ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് ഗവന്നൂർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വില 700 രൂപേൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് പൾസറിൻ്റെ കാർബറേറ്റർ എടുത്ത് ബുള്ളറ്റിന് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസാണ് കാണിക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു മാറ്റം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് പൾസറിൻ്റെ കാർബറേറ്റർ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ എവിടുന്നോ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കാർബറേറ്ററാണ് ഇത്. നമുക്ക് വരിക BS26 ആണ് വരിക കേട്ടോ. ഇപ്പോൾ BS26 ആണ് പൾസറിന് വരുന്ന കാർബറേറ്റർ. അപ്പോൾ BS29 UC ആണ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. BS29 ആണ് നമുക്ക് ബുള്ളറ്റിന് വരുന്നത്. അപ്പം ഇതിൻ്റെ സ്ലൈഡറിൻ്റെ ഡിഫറൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലൈഡർ ഹോളിൻ്റെ ഇതിൻ്റെ മാറ്റം നോക്കുക. കാരണം ഇത് പൾസറിൻ്റെ ആണ്, ഇത് ഓക്കെയാണ്. പക്ഷെ ഇത് UC-ൻ്റെ ആണ്, ഇതിലിത് കയറൂല. സോറി, ഇത് ബുള്ളറ്റിൻ്റെ ആണ്, ഇത് ഓക്കെയാണ്. പക്ഷെ ഇത് പൾസറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ ഇത്ര മാറ്റം വരുന്നുണ്ട്. പിന്നെ അത് തന്നെ ഇൻലെറ്റിൻ്റെ ഹോളിൻ്റെ സൈസ് നോക്കുക, ഇതിൻ്റെ സൈസ് നോക്കുക. അതായത് ഒരു 350 cc വണ്ടിക്ക് വേണ്ട പെർഫോമൻസിന് വേണ്ട എയറും പെട്രോളും ഇതിൽ നിന്ന് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ ബുള്ളറ്റ് പിന്നെ ഈ കാർബറേറ്റർ വെച്ച വണ്ടി ഓടാത്തൊരു വിഷയം ഉണ്ടാവില്ല കേട്ടോ. വണ്ടി ഓടും, പെട്രോളും എയറും കിട്ടും. പക്ഷേ ഇതിന് ഒരു 350 വണ്ടിക്ക് വേണ്ട പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള എയറും പെട്രോളും ഈ ഒരു കാർബറേറ്ററും നമുക്ക് സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ കാർബറേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ CCക്ക് അനുസരിച്ചാണ്. ഇത് ഒരു 150 cc വണ്ടിക്ക് ഉപയോഗിക്കുന്ന കാർബറേറ്റർ സെയിം ഡിസൈൻ ആണ് എന്നുള്ള സെയിം ഫിറ്റിങ്സ് ആണ് എന്ന അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും 700 രൂപേൻ്റെ മാറ്റമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, 2800 അങ്ങനെയാണ് അതിൻ്റെ വില എന്നാണ് എനിക്ക് തോന്നുന്നത് കാർബറേറ്ററിൻ്റെ. അപ്പോൾ അതുമായി തന്നെ വലിയൊരു ഡിഫറൻ്റ് ആണ് ഈ പിന്നിൻ്റെ സൈസ് നോക്കുക. അതേമാതിരി പൾസറിൻ്റെ പിന്നിൻ്റെ സൈസ് നോക്കുക. ഈ രണ്ടിൻ്റെ പിന്നിൻ്റെ വാക്വം സ്ലൈഡറിന് വരുന്ന പിന്നിൻ്റെ സൈസിൻ്റെ മാറ്റം നോക്കുക. ഇത് കുറച്ച് ഷാർപ്പാണ്. അപ്പം ഈ ഒരു സാധനം പൊങ്ങുന്നതിനനുസരിച്ചാണ് പെട്രോൾ മുകളിലേക്ക് സക്ക് ചെയ്തിട്ട് പോണത്. അപ്പം ഇത് പൊങ്ങിയാലും അത്രയും ഇത് കനം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ അളവ്, അതായത് പൊങ്ങുന്നതിനനുസരിച്ചുള്ള പെട്രോളിൻ്റെ സക്കിങ് കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസാണ് വണ്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ പെർഫോമൻസ് വൈസ് ഒരു 350 cc പെർഫോമൻസ് ആണ് നിങ്ങൾ ശരിക്കും ഒരു ബുള്ളറ്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇത് നമ്മൾ ഓടിക്കുന്നത് പൾസർ അല്ലല്ലോ, അത് ആദ്യം മനസ്സിലാക്കുക. ബുള്ളറ്റാണ്, ബുള്ളറ്റിൻ്റെ പെർഫോമൻസ് കിട്ടണം, അതിൻ്റെ പിക്കപ്പ് കിട്ടണം, അതിൻ്റെ ടോർക്ക്, എല്ലാ കാര്യങ്ങളും കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വണ്ടി ഒരു പൾസർ മാതിരി അങ്ങ് ഓടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കാർബറേറ്റർ ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ബുള്ളറ്റിൻ്റെ പെർഫോമൻസ് ഉദ്ദേശിച്ചിട്ടാണ് ഈ വാഹനത്തിന് പിന്നെ പൾസറിൻ്റെ കാർബറേറ്റർ ഇടുന്നതെങ്കിൽ ഒരിക്കലും അത് ഫെയിലർ തന്നെയാണ്. അതായത് ശരിക്കും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് മാറ്റമൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം, അതേ കാറ്റഗറിയിൽ ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ വെച്ച് കുറച്ച് ഉള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ വണ്ടിയുടെയും മറ്റേതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വെറും ഒരു 700 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത്. ഒരു കാരണവശാലും ബുള്ളറ്റിൻ്റെ ഒറിജിനൽ കാർബറേറ്റർ അല്ലാതെ പൾസറിൻ്റെ കാർബറേറ്റർ ഉപയോഗിക്കരുത്. അത് 150 cc ഉപയോഗിക്കുന്ന ഒരു കാർബറേറ്ററാണ്. അതുകൊണ്ട് തന്നെ 350 cc ഉപയോഗിക്കുന്ന കാർബറേറ്റർ 350 cc 500 cc ഉപയോഗിക്കുന്ന കാർബറേറ്റർ 500 cc അത് അതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കമ്പനി. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ബുള്ളറ്റിൻ്റെ ഒരു വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല, BS3 എന്ന് പറഞ്ഞാൽ ഒരു 700 രൂപേൻ്റെ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.